പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഞാൻ കുറേ വീഡിയോകൾ മരുന്നിനെക്കുറിച്ച് ഇട്ട് തന്നിട്ടുണ്ട്. ഈ മരുന്നുകൾ ഞാൻ ഇട്ട് തരാൻ കാരണം ഇന്നത്തെ അവസ്ഥയെ കണ്ടിട്ടാണ് ഞാൻ ഇട്ട് തന്നത്. ഇന്നത്തെ ജനങ്ങളുടെ ഭീകരമായ അവസ്ഥ കാരണം ഇപ്പം നിങ്ങൾ മരുന്നിൻ്റെ നിയന്ത്രണത്തിലാണ്, അലോപ്പതി മരുന്നിൻ്റെ നിയന്ത്രണത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ശരിയല്ലേ? ആണ് ഏകദേശം ആൾക്കാരതെ. കാരണം കൊളസ്ട്രോൾ ഇല്ലെങ്കിൽ ഞാൻ ജീവിക്കില്ല, ഷുഗറിന് മരുന്നില്ലെങ്കിൽ ഞാൻ ജീവിക്കത്തില്ല, പ്രഷറിന് മരുന്നില്ലെങ്കിൽ ഞാൻ ജീവിക്കത്തില്ല. ഈ അവസ്ഥയിലാക്കി ഒരു നേരം മരുന്ന് തെറ്റുമ്പോൾ നിങ്ങൾ അവശതയാകുന്നു. കാരണം ആ മരുന്നാണ് നിങ്ങളിപ്പം നിയന്ത്രിക്കുന്നത്, നിങ്ങളുടെ ശരീര അവയവങ്ങളെ നിയന്ത്രിക്കുന്നത്. അത് വലിയൊരു നഗ്നമായൊരു സത്യമാണത്. കാരണം അത് മനസ്സിലാക്കാൻ അധികം ദൂരമൊന്നും പോകണ്ട, നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. കാരണം ഓരോരുത്തർ ചോദിക്കുന്നത് ഞാൻ ഇന്ന മെഡിക്കൽ കോളേജിലെ മരുന്നാണ്, ഇന്ന ഡോക്ടർ മരുന്നാണ്, ഇത്രയും കാലമായി ഞാൻ കഴിക്കുന്നു, ഞാൻ ഈ മരുന്ന് മാറിയാൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അതാണ് വലിയൊരു കാര്യം. അത് മനസ്സിലാക്കാൻ ചിലർ അതുകൊണ്ട് അപ്പോൾ അതിനെ തടഞ്ഞുകൊണ്ട് അതിനകത്തുനിന്ന് ആൾക്കാർ രക്ഷപ്പെട്ട് ഈ കെമിക്കലിൽ നിന്നും ഈ ഭീകരമായ വസ്തുക്കളിൽ നിന്നും അവരെങ്ങാനും രക്ഷപ്പെടൂ എന്ന് തോന്നുന്ന ഏജൻറ്റുമാർ, മരുന്നിൻ്റെ ഏജൻറ്റുമാരും ഇന്ന് കൊലയാളിയായി കൊല വിളിച്ചുകൊണ്ട് ഇറങ്ങുന്നുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്കറിയാവോ? ഒരാൾ ചോദിച്ചു, നന്നാറിയിൽ പൊട്ടാസ്യമുണ്ട്, പൊട്ടാസ്യം കൊടുത്ത് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുവാണെന്നോ. അങ്ങനെ നടക്കട്ടെ എന്ന് വളരെയധികം വിഷമം തോന്നുന്നൊരു കാര്യമാണ്. പക്ഷേ സത്യമായിട്ടും അതെ, അതിനൊക്കെ ഇവർക്കൊക്കെ നിയമങ്ങൾ ശക്തമാണെങ്കിൽ ഇതുപോലുള്ളവരെ നിയന്ത്രിക്കേണ്ട സമയം കഴിഞ്ഞു. കാരണം ഈ തരുന്ന പാനീയമായ കുളിർപാനീയമായ നന്നാറി എന്ന് പറയുന്ന നറുനീണ്ടി എന്ന് പറയുന്ന മരുന്ന് ഒരു വ്യക്തിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു സാധനമാണ്. അത് കുട്ടികൾക്ക് പോലും അവർക്ക് കുടിക്കാനായിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഒരു രോഗിയാകില്ല. അത് വലിയൊരു സത്യമാണത്. അത് വീണ്ടും നമുക്ക് എടുത്തു പറയാൻ പ്രധാനമായതുകൊണ്ടാണ് ഞാൻ വീണ്ടും അതിനകത്ത് എടുത്തു പറയുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു രാവിലെ എഴുന്നേറ്റിട്ട് ഒരു 3 മണിക്കൂർ 4 ലിറ്റർ വെള്ളം കുടിക്കാൻ, അത് തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കാൻ ഞാൻ പറയുന്ന രീതിയും പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ചെറിയൊരു കഷ്ണമല്ലേ വേണ്ടുള്ളൂ, ഒരു 4 കഷ്ണം നന്നാറി ചതച്ചിട്ടിട്ട് രാത്രി ചട്ടിക്കലത്തിൽ വെച്ചിട്ട് പ്രഭാതത്തിൽ അത് എണീറ്റ് 3 മണിക്കൂർ അത് കഴിച്ച് മൂത്രമൊഴിക്കുകയോ കുടിക്കുകയോ അത് മുള്ളിക്കഴിയുമ്പോൾ ആകെ ഒരു വർഷത്തിൽ ഒരു ദിവസം 3 മണിക്കൂർ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതൊന്നും നിങ്ങൾ പരീക്ഷിക്കാനല്ല ഞാൻ പറഞ്ഞു, അത് ചെയ്യാനാണ്. പരീക്ഷണം അതിനകത്ത് വേണ്ട. ആർക്കും ഇന്നേ വരെ ഇത്രയും കാലം ഇത് കഴിച്ചവരാരും സുഖമായി ജീവിക്കുന്നുണ്ട്. അവർക്ക് മൂത്രം പഴുപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റലും അവർ പോകുന്നില്ല. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം, നമുക്ക് എന്തെല്ലാം മരുന്ന് ചെല്ലാം. അന്നേരം ഈ കെമിക്കൽ കഴിക്കുന്ന, ഗുളിക കഴിക്കുന്ന, കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്നവർക്കൊക്കെ ആശ്വാസമാണോ? സുഖമാണ്. ഈ കെമിക്കൽ കഴിച്ച് കുടിക്കുന്നവരും ഈ ബ്ലോക്കിന് ആൻജിയോഗ്രാഫി ചെയ്തവർക്കും ബ്ലോക്കിന് മരുന്ന് കഴിക്കുന്നവർക്കും തെറാപ്പി ചെയ്യുന്നവർക്കും ഒക്കെ ഏറ്റവും ഉത്തമമാണ്. സംബന്ധമായും നല്ലതാണ്, സ്കിന്ന് സംബന്ധമായും നല്ലതാണ്. പ്രമേഹ രോഗിക്ക് നല്ലതാണ്, പ്രഷറുകാർക്ക് നല്ലതാണ്, കരൾ രോഗിക്ക്, ഹൃദയ രോഗികൾക്കും, ക്യാൻസർ രോഗികൾക്കും, വൃക്കരോഗികൾക്കും ഇല്ലാത്തവർക്കും, മഞ്ഞപ്പിത്തമുള്ളവർക്കും മഞ്ഞപ്പിത്ത ഇല്ലാത്തവർക്കും ഉത്തമമായ, എലിപ്പനി വന്നവനും ഡെങ്കിപ്പനി വന്നവനും ക്യാൻസർ വന്നവനും ഉത്തമമാണിത്. അതിനകത്ത് നിത്യോപയോഗമായി കഴിച്ചാൽ പോലും അതിനകത്തൊരു മോശമായ ഒരു ഇതില്ല. അത് ഹോമിയോ മരുന്നാണത്. അതിനകത്ത് ബാഷ്പശൈല്യം അടങ്ങിയൊരു തൈലമുണ്ട്. മാത്രമല്ല വേറെയും ഉണ്ട്, അതിപ്പം ഞാൻ വെളിപ്പെടുത്തുന്നില്ല. രാസഘടന അത് ഹോമിയോല്ല പെട്ടതാണ്. ഹോമിയോയിൽ ഏകദേശം മരുന്നുകൾ അത് മാറ്റിയെടുക്കുന്ന മരുന്ന് അവർ മരുന്നായിട്ട് ജനങ്ങൾക്ക് നൽകപ്പെടുന്നുണ്ട്. ഇന്ന് നൽകപ്പെടുന്നതല്ല, പണ്ട് കാലം മുതലേ ഉള്ളതാണ്. മനുഷ്യൻ്റെ സ്വഭാവ രീതിയും ശരീരഘടനയും അടിസ്ഥാനമാക്കിയ ഹോമിയോപ്പതിയിൽ മരുന്ന് കൊടുക്കുന്നത്. അവരുടെ രീതി, അവരുടെ നടപ്പിന്, അവരുടെ പോക്കിന്, അവരുടെ നോട്ടത്തിന് അവരുടെ പ്രത്യേകതയുണ്ട്. അതിനകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ അവർക്ക് വരുന്നുണ്ട്. ആദ്യം എങ്ങനെയായിരുന്നു,
ഇപ്പോഴെങ്ങനെയാണ് നാളെ എങ്ങനെയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു ആവകരണമായ ഒരു പ്രവർത്തനത്തെയാണ് ഹോമിയോ മരുന്ന് ചികിത്സ കൊടുക്കുന്നത്. ചുമ്മാതെ കേട്ടപാടും പനിയാണെന്നും പറഞ്ഞ് ഒരു മരുന്ന് തന്നെ ആൻറ്റിബയോട്ടിക്, ഏത് പനി വന്നാലും ആൻറ്റിബയോട്ടിക് കൊടുക്കും. പിന്നെ ഏത് രോഗം വന്നാലും ആൻറ്റിബയോട്ടിക്കും കൊടുക്കും. ഒരു ചുമ വന്നാലും ആൻറ്റിബയോട്ടിക് കൊടുക്കും. പിന്നെ വേറെ എന്താ, പിന്നെ ഒരു പനി വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, കുറേ മരുന്നുണ്ട് ഇവരുടെ എടുക്കാൻ. കുട്ടികൾക്കും അത് കൊടുക്കും. പാരസെറ്റമോൾ അത് ആർക്ക് വേണമെങ്കിലും അവർ കൊടുക്കും. കുട്ടികൾക്കും കൊടുക്കും, വലിയവർക്കും കൊടുക്കും, മരിക്കാൻ കിടക്കുന്നവർക്കും കൊടുക്കും. ഈ മരുന്നുകളാണ്. കൊടുത്തോ, ഇത് കൊടുക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. ഈ മരുന്നിനെ ഞാൻ കളിയാക്കിയതോ വിമർശിച്ചതോ അല്ല കേട്ടോ. അത് മറ്റുള്ള ഡോക്ടർമാരും ഏജൻറ്റുമാരും ഉള്ളവർ മനസ്സിലാക്കണം. പക്ഷേ ജനങ്ങളെ കൊല്ലുമ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് നാശം. കാരണം അവരറിയുന്നില്ല നിങ്ങൾ ആരാണെന്ന്. പക്ഷേ അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ദൈവത്തെപ്പോലെയുള്ളവരാണെന്ന് വിചാരിച്ച നിങ്ങളുടെ അടുത്ത് ഓടി വരുന്ന അഭയം തേടി അവരെ കൊല്ലരുതേ എന്നൊരു അപേക്ഷ മാത്രമുണ്ട് ഇതിനോട്. ബാക്കി എന്തു നിങ്ങൾ